ഇറാന്റെ പരമോന്നതാവ് മൊജ്തബ അലി ഖമനേയി എവിടെ എന്ന് ലോകരാജ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ട് എത്രയോ മാസങ്ങളായി. ഏറ്റവും ഒടുവിൽ അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ മൊജ്തബ പ്രത്യക്ഷപ്പെടും എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പക്ഷേ മൊജ്തബ അവിടെ വന്നില്ല. അത് മാത്രമല്ല, അവിടെ മാസ്ക് ഇട്ട് നിന്ന ഒരാൾ അത് മൊജ്തബയാണോ എന്നുള്ള തരത്തിലുള്ള ചില പ്രചരണങ്ങളും മറ്റുമുണ്ടായി. പക്ഷേ അത് മൊജ്തബയല്ല എന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്ത, അയത്തുള്ള അലി ഖമേനിയുടെ സ്മരണാഞ്ജലി ചടങ്ങ് അത് 24-നാണ് നടക്കുന്നത്. ഈ 24-ന് ഈ ചടങ്ങിൽ മൊജ്തബ ഖമനേയി, ക്ഷമിക്കണം, 23-ന്, ജൂലൈ 23-ന് മൊജ്തബ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. 23-ന് വൈകിട്ട് 5 മുതൽ 7 മണി വരെയാണ് ചടങ്ങ്. അന്നേ ദിവസം മൊജ്തബ നേരിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം വന്നാൽ തന്നെ അതീവ രഹസ്യമായി ഇറാൻ വെച്ചതിന് ശേഷം ആ ദിവസമായിരിക്കും ഒരുപക്ഷെ പ്രത്യക്ഷപ്പെടുക. നമുക്കറിയാം, മരണശേഷം, അലി ഖമേനിയുടെ മരണശേഷം മൊജ്തബയെ ഇതുവരെ ആരും പൊതുവേദികൾ കണ്ടിട്ടില്ല. VR കാർത്തിക് തുടരുന്നുണ്ട്. കാർത്തിക്, ഇപ്പോൾ ഇറാന്റെയും അമേരിക്കയുടെയും കണ്ണിലെ കരടാണ് മൊജ്തബ. മൊജ്തബ ഇവരുടെ ലക്ഷ്യവുമാണ്. റഷ്യയുടെ സംരക്ഷണയിലാണ് മൊജ്തബ എന്നൊക്കെ നേരത്തെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ മൊജ്തബ എവിടെയെന്നത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. മൊജ്തബ 23-ന് വരും എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ? ഫെബ്രുവരി 28-ന് ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതു മുതൽ ഉയരുന്ന ചോദ്യമാണ് പിൻഗാമിയും മകനുമായ മൊജ്തബ ഖമനേയി എവിടെ എന്നത്. ഇതുവരെ അദ്ദേഹം പൊതുവേദിയിൽ എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെതായ ഒരു സന്ദേശം പുറത്തു വന്നിരുന്നു. ഇറാൻ സ്റ്റേറ്റ് TV ആണ് പക്ഷേ ആ സന്ദേശം പുറത്തുവിട്ടത്. രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും അതിശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും പ്രതികാരം ചെയ്യണമെന്നാണ് ഇറാന്റെ പൊതുവികാരം എന്നും അദ്ദേഹത്തിൻ്റെ സന്ദേശമായി പുറത്തു വന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം നേരിട്ട് പ്രത്യക്ഷപ്പെടുകയോ നേരിട്ട് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത തൊപ്പി വെച്ച മാസ്ക് ധരിച്ച ഒരാളിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ഇത് മൊജ്തബയാണ് എന്ന തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പ്രചാരണം ഉണ്ടായി. എന്നാൽ പിന്നീട് അക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നു. ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അത് മൊജ്തബയല്ല, ആയത്തുള്ള അലി ഖമനേയിയുടെ മൂത്ത ചെറുമകൻ മുഹമ്മദ് ജാവേദ് ഖമേനിയാണ് എന്ന തരത്തിൽ സ്ഥിരീകരിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാൻ ഔദ്യോഗികമായി ചില കാര്യങ്ങൾ കൂടി അറിയിക്കുന്നത്. അതായത് ജൂലൈ 23-ന് ആയത്തുള്ള അലി ഖമനേയിയുടെ സെറിമോണിയൽ നടക്കും. അതായത് അനുസ്മരണ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. ഇത് വൈകിട്ട് 5 മുതൽ 7 വരെയായിരിക്കും നടക്കുക. ഈ ചടങ്ങിൽ മൊജ്തബ പങ്കെടുക്കും എന്നാണ് ഇറാൻ അറിയിക്കുന്നത്. അത് വലിയ തോതിലുള്ള ആകാംക്ഷയും ഉണർത്തുന്നു. കാരണം പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നത്. നേരത്തെ ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഫെബ്രുവരി 28-നുണ്ടായ ആക്രമണങ്ങളിൽ മൊജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തിൻ്റെ മുഖമടക്കം വികൃതമായ സാഹചര്യം ഉണ്ടായി. അങ്ങനെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിലൊക്കെ വലിയ തോതിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി. അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധി ദുരൂഹതകൾ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന തരത്തിൽ നിരവധി ദുരൂഹതകളും അത് സംബന്ധിച്ച റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായി. ഇതിനെല്ലാം ഒരു ഉത്തരം ജൂലൈ 23-ന് ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ. എന്തായാലും ആയത്തുള്ള അലി ഖമനേയിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. മറ്റ് 3 പേരും പങ്കെടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു തൊപ്പിയും മാസ്കും ധരിച്ച ആളിൻ്റെ സാന്നിധ്യം അത് വലിയ സംശയങ്ങൾ ഉണർത്തിയിരുന്നു. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഇപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന ചില റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അത് മൊജ്തബയല്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഇറാൻ പറഞ്ഞു വയ്ക്കുന്നു, ജൂലൈ 23-ന് വൈകിട്ട് 5 മുതൽ 7 വരെ നടക്കുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ അനുസ്മരണ ചടങ്ങിൽ മൊജ്തബ പങ്കെടുക്കും. എല്ലാവരും, ലോകം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മൊജ്തബ ആ ചടങ്ങിൽ നേരിട്ട് എത്തുമോ എന്നതിൽ. തീർച്ചയായും VR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.